ഹായ്, ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി മ്യൂസിയം കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല, ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഇങ്ങനൊരു 120 കിലോമീറ്റർ ഉണ്ട്. അതായത് മോറീന് 120 കിലോമീറ്റർ പോകണം. ഇൻവെർൽ എന്നുള്ളൊരു സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് ഇവിടത്തിനെക്കാട്ടിയും കുറച്ചുകൂടി ഷോപ്പിംഗ്, അതായത് ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിംഗ് മോൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പോയതിൻ്റെ കൂടെ ഞങ്ങൾ ഈ നാഷണൽ മ്യൂസിയം കൂടി കയറി കാണാമെന്ന് കരുതി. ഇത് ഓസ്ട്രേലിയയിലെ ഇൻവെർൽ എന്ന നഗരത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മെയിനായിട്ട് ഓസ്ട്രേലിയയുടെ ഗതാഗതത്തെ സംരക്ഷിക്കുക എന്നതാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ മ്യൂസിയം 1960കളിലാണ് ഗതാഗത പ്രേമികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അന്ന് അവർ ചേർന്ന് ഈ മ്യൂസിയത്തിന് തുടക്കം ഇട്ടത്. മെയിനായിട്ട് ഇവിടെ പഴയ ട്രക്കുകൾ, ബസ്സുകൾ, കാറുകൾ എന്നിവയാണ് ഇവർ മെയിനായിട്ട് സംരക്ഷിച്ചു വരുന്നത്. ട്രക്കുകളും ബസ്സുകളുടെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത അവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ ഈ ഒരു മ്യൂസിയം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് 1960 ഇത് തീരുമാനമെടുത്തത്. തുടക്കത്തിൽ ചെറിയൊരു ശേഖരണമായിട്ടാണ് അവർ മ്യൂസിയം ആരംഭിച്ചത്. പിന്നീട് നിരവധി ചരിത്ര പ്രാധാന്യമുള്ള വാഹനങ്ങൾ, അത് നമുക്ക് ഈ മ്യൂസിയം കാണാൻ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള വാഹനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഉൾപ്പെടുത്തി അവർ നല്ലൊരു രീതിക്ക് വികസിപ്പിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇത് ഓസ്ട്രേലിയയിലെ പ്രധാന ട്രാൻസ്പോർട്ടിംഗ് മ്യൂസിയങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. മെയിനായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴയകാല ട്രക്കുകൾ, ബസ്സുകൾ, കാറുകൾ. അതായത് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ട്രക്കുകൾ വരെ ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ സൈനിക വാഹനങ്ങൾ, ഗതാഗത ഉപകരണങ്ങൾ, ഒരുപാട് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത എൻജിൻസുകളൊക്കെ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റി. 1900കളിൽ ആരംഭിച്ചു മുതൽ 20,000 നൂറ്റാണ്ട് വരെയുള്ള എല്ലാ വാഹന ശേഖരണങ്ങളും, ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹന ശേഖരണങ്ങളും നമുക്കിതിനകത്ത് കാണാൻ പറ്റും. മെയിനായിട്ട് ഇവർ ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഗ്രാമീണ ഗതാഗത ചരിത്രം തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം അത്രയും പഴയകാല വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ വിദ്യാഭ്യാസപരമായും വിനോദപരമായും നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയം തന്നെയാണിത്. പിന്നെ വാഹനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇവരുടെ കുറേ പ്രവർത്തനങ്ങൾ ഏറെ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സൈഡിൽ പഴയ വണ്ടികൾ അവർ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് അതിനുവേണ്ടി കുറേ പേര് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ മ്യൂസിയത്തിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത് ഇൻവെർൽ നാഷണൽ ട്രാൻസ്പോർട്ടിംഗ് മ്യൂസിയവും ചരിത്ര സാങ്കേതിക പുരോഗതിയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രധാന വിനോദ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. നമുക്ക് ഈ വിനോദ കേന്ദ്രത്തിൽ വരാൻ വേണ്ടി, അതായത് നമുക്ക് ഈ നാഷണൽ മ്യൂസിയം വരാൻ വേണ്ടി ടിക്കറ്റ് ഫെയർ വെച്ചാണ് അതായത് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്ത് കയറാൻ. അത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 20, ഫാമിലി ആയിട്ടാണെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് നമുക്കൊരു $45 ആയിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ $20 പിന്നെ കിഡ്സിനൊരു $10 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടായതുകൊണ്ട് നമുക്കൊരു $45 ആയിട്ടുള്ളൂ. എല്ലാവരും, അതായത് ഈ പറയുന്ന ഇൻവെർൽ വഴി പോകുന്നവരും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇൻവെർൽ വരുന്നവരും ഓൾമോസ്റ്റ് എല്ലാവരും ഈ മ്യൂസിയം കയറി കാണേണ്ടത് തന്നെയാണ് ഒരിക്കൽ. കാര്യം എന്നാന്ന് പറഞ്ഞാൽ അത്രയും പഴയകാല വണ്ടികൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതാണ് മെയിനായിട്ട്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ, ഇപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള വണ്ടികൾ തന്നെ എനിക്ക് കാണാൻ പറ്റി. അതൊരു നല്ലൊരു ഭാഗ്യം തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനിത് 2ാമത്തെ പ്രാവശ്യം വരുന്നതാണ്. കാര്യം ഞാൻ ഓസ്ട്രേലിയ വന്ന ടൈം തന്നെയാണ് ഞാൻ ഫാമിലി, അതായത് ഞാനും വൈഫും കൊച്ചുമായിട്ട് വന്ന് ഓൾറെഡി ഇത് കണ്ടായിരുന്നു. ഇതിപ്പം അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതുകൊണ്ട് അവരും കൂടെ കാണട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ മ്യൂസിയം ഒന്നുകൂടി അവർക്ക് കാണിക്കാൻ വേണ്ടി വന്നത്. കാര്യം ഞാൻ മുന്നേ വന്നായിരുന്നു. ഓൾറെഡി ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇൻഫർമേഷൻസുകളൊന്നും ഞാൻ കാണാതെ പറഞ്ഞതൊന്നുമല്ല, അവിടെ ഓൾറെഡി നമുക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഈ മ്യൂസിയം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം അവർ ജനിച്ച ടൈം മുതലുള്ള വാഹനങ്ങൾ വരെ അവർക്ക് കാണാൻ പറ്റി. എന്തായാലും അവർ നല്ല ഹാപ്പിയാണ്. കാര്യം നല്ലൊരു കളക്ഷൻസ്, കാറിൻ്റെയും ബൈക്കുകളുടെയും നല്ലൊരു കളക്ഷൻസ് അവർക്ക് കാണാൻ പറ്റി. ഞാൻ ഹാപ്പിയാണ്. പിന്നെ അമ്മുവും അവരും ഒറ്റയ്ക്ക് നന്നായിട്ട് ആദ്യമായിട്ട് ഔട്ടിങ്ങിന് പുറത്ത്, അതായത് ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഈ മ്യൂസിയം കണ്ട് ആസ്വദിക്കുകയാണ്. നമുക്കും അതിലോട്ട് പോവാം.